നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ നടപ്പിലായി. 6 മണിക്കാണ് ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഏതാണ്ട് 5:35 ആയപ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. എന്നാൽ അതിനുശേഷം രാത്രിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലും ഗുജറാത്തിലുമൊക്കെ പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു, പ്രതിഷേധിച്ചു. ഇനി ഒരു വെടിനിർത്തൽ കരാർ ലംഘനവും പൊറുക്കുകയില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. ഉള്ളത് തുറന്നു പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ചെറിയ നിരാശയുണ്ട്. പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ അവസാനിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യക്കാർ എല്ലാവരും തന്നെ. പാകിസ്ഥാൻ ഭീകരതയെ പാലൂട്ടി വളർത്തുന്ന രാജ്യമാണ്. അവർക്ക് സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നതിനേക്കാൾ കൂടുതൽ താല്പര്യവും അവരുടെ വിഭവങ്ങൾ കൂടുതൽ ചെലവഴിക്കുന്നതും ഇന്ത്യയെ ഉപദ്രവിക്കാൻ വേണ്ടി രൂപം കൊടുത്തിരിക്കുന്ന ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കാനാണ്. ഇത്തരം ഏതാണ്ട് 32 ഭീകര സംഘടനകൾ പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതായി ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരതയോട് സന്ധിയില്ലാ സമരം നടത്തുന്ന ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ആ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല. ഞാനും സമാധാന പ്രേമിയാണ്, എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിക്കൊണ്ട് സമാധാനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പൊടുന്നനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും അതിനുശേഷം പാകിസ്ഥാൻ വീണ്ടും ആക്രമിച്ചതും ഇന്ത്യക്കാരെ അതൃപ്തരാക്കുന്നു. വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ തിരിച്ചടി കൊടുക്കേണ്ടതായിരുന്നു. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും റദ്ദാക്കി പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. എന്തുകൊണ്ടാണ് ഇന്ത്യ എന്നിട്ടും സംയമനം പാലിച്ചത്? എന്തുകൊണ്ടാണ് ഇന്ത്യ വെടിനിർത്തലിന് തയ്യാറായത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ കീഴടങ്ങിയെന്നാണ്. പാക് മാധ്യമങ്ങളിലൂടെ ഓടിച്ചു നോക്കിയാൽ കാണാം ഇന്ത്യ പരാജയപ്പെട്ടു, ഇന്ത്യ കീഴടങ്ങി, ഇന്ത്യയെ പാഠം പഠിപ്പിച്ചു എന്നൊക്കെയാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത്. പാക് പ്രധാനമന്ത്രി അവരുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഏതാണ്ട് വിജയം കൈവരിച്ച തരത്തിലാണ് അവകാശവാദം നടത്തിയത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. പഹൽഗാമിലെ 26 നിരപരാധികളുടെ ജീവനെടുത്തതിന് പ്രതികാരമായി 9 ഭീകര കേന്ദ്രങ്ങൾ പാക് അതിർത്തി കടന്ന് ഇന്ത്യ തകർക്കുന്നു. അത് പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള തിരിച്ചടിയായിരുന്നു. അനേകം ഭീകരരെ, അത് മസർ മസൂദിന്റെ സഹോദരനടക്കമുള്ളവരെ ഇന്ത്യൻ സേന കൊന്നു തള്ളി. അതോടെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യയെ ചൊറിയേണ്ടതുണ്ട്. അവർ ഏതാണ്ട് 300 മുതൽ 400 വരെ മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യക്ക് നേരെ വർഷിച്ചത്. പക്ഷെ ഒരൊറ്റ മിസൈൽ പോലും ഇന്ത്യൻ മണ്ണിൽ പതിച്ചില്ല. ഇന്ത്യയുടെ റഷ്യൻ കവചമായ സുദർശന ചക്രം പരിപൂർണമായി പാകിസ്ഥാൻ മിസൈലുകളെ തകർത്തെറിഞ്ഞു. എന്ന് മാത്രമല്ല, പാകിസ്ഥാന്റെ 3 എയർബേസുകൾ ഇന്ത്യ തകർത്തു. പാകിസ്ഥാൻ വലിയ തിരിച്ചടിയായി. അത് സമ്മതിച്ചുകൊണ്ട് ഇന്ത്യയെ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ഇന്ത്യൻ എയർബേസുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അതേസമയം അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിലും മറ്റും ഇന്ത്യൻ പട്ടാളക്കാരൻ അടക്കം, BSF ജവാൻ അടക്കം വളരെ കുറച്ചു പേർക്ക് രക്തസാക്ഷികളാവേണ്ടി വന്നു. ഇതിൽ ഇന്നലെ ഇന്ത്യ പകരം വീട്ടിയത് പാകിസ്ഥാന്റെ 9 വ്യോമതാവളങ്ങൾ കൂടി ആക്രമിച്ചുകൊണ്ടാണ്. ഇതോടെ പാകിസ്ഥാന് തടി തപ്പേണ്ടി വന്നു. യുദ്ധവുമായി മുമ്പോട്ട് പോയാൽ വിജയിക്കാൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ അറിയാം. ഇന്ത്യയുടെ കാലാൾപ്പട 16 ലക്ഷമാണ്, പാകിസ്ഥാൻ്റെത് 6 ലക്ഷവും. ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് ഇന്ത്യ പാക് മണ്ണിൽ ആക്രമണം നടത്തിയപ്പോൾ ചൈനയ്ക്കും അങ്കലാപ്പായി. മാത്രമല്ല, ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും നഷ്ടമേ ഉള്ളൂ. ഇന്ത്യ അമേരിക്കയിൽ നിന്നും കാര്യമായി ആയുധങ്ങൾ വാങ്ങുന്നില്ല. പാകിസ്ഥാന്റെ കൈവശമുള്ളത് പണ്ട് അമേരിക്ക കൊടുത്ത ആയുധങ്ങളാണ്. അമേരിക്കയും ചൈനയും ഒരുമിച്ച് കൊടുത്ത ആയുധങ്ങൾ വെച്ച് ഇന്ത്യയോട് ഏറ്റുമുട്ടിയിട്ടും ഇന്ത്യ ജയിക്കുമ്പോൾ അത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ ക്ഷീണമായി മാറും. അങ്ങനെയാണ് അമേരിക്ക മധ്യസ്ഥ ശ്രമവുമായി രംഗത്തിറങ്ങിയത്. ചൈനയും പിന്നാമ്പുറത്തുണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണകാലയളവ് കഴിയുന്നതിന് മുമ്പ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങാൻ ആഗ്രഹമുണ്ട്. അതിനാണ് ഓടി നടന്ന് ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളെ സമന്വയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഒരു അന്തിമ സൊല്യൂഷൻ ഉണ്ടാക്കും എന്ന വാശിയിലാണ് ട്രംപ്. ആ സൊല്യൂഷൻ ഇസ്രായേലിന് അനുകൂലമായതുകൊണ്ട് തന്നെ അത് സമാധാന നോബൽ സമ്മാനിന് ഉതകുകയില്ല. അതുകൊണ്ടാണ് ആദ്യം യുക്രൈനെയും റഷ്യയെയും ഒരുമിപ്പിക്കാൻ ശ്രമം നടത്തിയത്. അവിടെയും ട്രംപിന് ഒരിടത്തും എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഇതൊരു സുവർണാവസരമാണ് എന്ന് കരുതി ട്രംപ് ചാടിയിറങ്ങി. പാകിസ്ഥാന് അമേരിക്കയുടെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടു. അമേരിക്കയുമായി അത്ര സൗഹൃദത്തിലല്ലെങ്കിലും പാകിസ്ഥാൻ എക്കാലത്തും അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാറുണ്ട് കശ്മീർ വിഷയത്തിൽ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശം ഇരിക്കുന്ന അധിനിവേശ കശ്മീർ
അവരുടേതാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു കരാറിന് അവർ തയ്യാറാണ്. എന്നാൽ ഭാരതം മുഴുവൻ കശ്മീരും നമ്മുടേതാണ്, അതുകൊണ്ട് പകുതി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനുമില്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മീഡിയേഷന് അനുകൂലമല്ല എന്ന നിലപാടാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പ്രശ്നമാണ്, അത് ഞങ്ങൾ പരിഹരിച്ചോളാം. ഒന്നുകിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ യുക്തിബോധം കൊണ്ട് പരിഹരിക്കും. ഒരു രാജ്യവും ഞങ്ങളുടെ അതിർത്തി പ്രശ്നത്തിൽ ഇടപെടേണ്ടതില്ല എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ്. ആ പ്രഖ്യാപിത നയം നിലനിൽക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ചാടിയിറങ്ങുന്നത്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും ചുമതലപ്പെടുത്തുന്നു. ഇരുവരും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും നിരവധി തവണ ചർച്ച നടത്തുന്നു. ഇന്ത്യ വിമുഖത കാട്ടുന്നെങ്കിലും വല്ലാത്ത സമ്മർദ്ദവുമായി ഇന്ത്യയുടെ മേൽ അവർ എത്തുന്നു. ഇന്ത്യ എക്കാലത്തും സമാധാനത്തിനൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ സമ്പൂർണ്ണ വിജയം ഉറപ്പാണെങ്കിലും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്നതിൽ സംശയമൊന്നുമില്ലെങ്കിലും ഒരു യുദ്ധമുണ്ടാക്കുന്ന ബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മുരടിക്കുന്ന രാജ്യത്തിന്റെ വളർച്ച, അത് താങ്ങാൻ കഴിയുമോ എന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് സാധിക്കട്ടെ എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ആ ഒരു വിട്ടുവീഴ്ചയിലാണ് ഇന്നലെ സമാധാന കരാർ രൂപം കൊണ്ടത്. പരസ്പരം ചർച്ച നടത്തി എഴുതിയുണ്ടാക്കിയ വലിയൊരു കരാറൊന്നുമല്ല, പരസ്പര ധാരണയിൽ രൂപപ്പെട്ട ഒന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തണം. ഇന്ത്യയുടെ ആവശ്യം ആദ്യം പാകിസ്ഥാൻ പിൻവലിയണമെന്നായിരുന്നു. ഇന്ത്യ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കില്ല. അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതോടെ പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യൻ സൈനിക മേധാവിയെ വിളിച്ച് വെടിനിർത്തലിന് അപേക്ഷിച്ചു. അതിന് ഇന്ത്യ വഴങ്ങുകയായിരുന്നു. അങ്ങനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും പ്രകോപനമുണ്ടായപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു. എടുത്തുചാടിയുടെ പ്രതികരണം യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുമെന്ന് ഇന്ത്യക്കറിയാം. ഇപ്പോൾ യുദ്ധം നടത്തി പണം ചെലവഴിക്കാനുള്ള സമയമല്ല, നേരെ മറിച്ച് രാജ്യത്ത് പശ്ചാത്തല വികസനം കൊണ്ടുവരിക, രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക, അങ്ങനെ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഏതു തരത്തിലുള്ള യുദ്ധവും അത് ഒഴിവാക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം നടത്തി വിജയിച്ച ചരിത്രം മാത്രമേ ഉള്ളുവെങ്കിലും വലിയ തോതിൽ ആൾനാശം സംഭവിച്ചിട്ടുണ്ട്. എത്ര ദുർബലനോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും ആര് യുദ്ധം ചെയ്താലും അതിനൊരു ചെലവുണ്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്ന ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന് പറയുന്നൊരു ഭീകര സംഘടനയ്ക്ക് കടന്നു കയറി 1500 പേരെ കൊല്ലാനും പട്ടാളക്കാർ അടക്കമുള്ളവരെ തട്ടിക്കൊണ്ടുപോകാനും സാധിച്ചു എന്നോർക്കണം. അവിടെയും അവസാനിക്കുന്നില്ല. ഒക്ടോബർ 7 ആ ദുരന്തത്തിന് ശേഷം ഒരു രാജ്യം പോലുമല്ലാത്ത ഗസയിൽ ഇസ്രായേൽ സേന അതിശക്തമായി ആക്രമണം നടത്തിയിട്ടും ഏതാണ്ട് 1000-ലധികം ഇസ്രായേലി പട്ടാളക്കാർ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക വിദ്യയും അതിശക്തമായ ആയുധങ്ങളുമുള്ള ഇസ്രായേലിനെ പോലെ കരുത്തുറ്റ ഒരു രാജ്യം ഒരു ഭീകര സംഘടനയെ ഹമാസിനോട് ഏറ്റുമുട്ടിയിട്ട് 1000-ലധികം പട്ടാളക്കാരെ ആ യുദ്ധകാലത്ത് നഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യക്കും തിരിച്ചടിയും നഷ്ടവും ജീവഹാനിയും ഉണ്ടാവും. അതൊക്കെ തടയുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ വെടിനിർത്തലിന്. ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ വൻ ശക്തിയാവാൻ വെമ്പുന്ന 140 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യം. അങ്ങനെ ഒരു രാജ്യത്തിന് ഭീകര രാഷ്ട്രമായി പാകിസ്ഥാനെ പോലെ വായിൽ തോന്നുന്നത് പറയാനും മനസ്സിൽ തോന്നുന്നത് ചെയ്യാനും സാധ്യമല്ല. അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള തീരുമാനമായി ഈ വെടിനിർത്തലിനെ കാണേണ്ടിയിരിക്കുന്നു. ഏപ്രിൽ 22-ന് 26 നിരപരാധികളുടെ ജീവനെടുത്തുകൊണ്ട് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ നിഴൽ യുദ്ധത്തിന്റെ താൽക്കാലികമായ വിരാമമാണ് മെയ് മാസം 10-ാം തീയതി സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ 9 ഭീകര കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ച് ഭീകരവാദികളെ തച്ചുടച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ പ്രതികാരം ചെയ്തത്. അതോടെ അവസാനിപ്പിക്കാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി എന്ന് മറക്കരുത്. അല്ലാതെ പാകിസ്ഥാനുമായി യുദ്ധം പ്രഖ്യാപിച്ച് നിരന്തരം യുദ്ധം ചെയ്യാൻ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല. ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാനെതിരെയല്ല, പാക് ഭീകരതയ്ക്കെതിരെയാണ്. ആ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാകിസ്ഥാന് ഇന്ത്യയെ തിരിച്ചാക്രമിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ പോയി. അങ്ങനെ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നപ്പോൾ വേണ്ടതുപോലെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഒരു പോറലുമേൽക്കാതെ ഇന്ത്യ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു. ഇന്ത്യയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഇന്ത്യൻ എയർപോർട്ടുകൾ തകർത്തു, ഇന്ത്യൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നൊക്കെയുള്ള വ്യാജ വാർത്തകളിലൂടെ ആനന്ദം കണ്ടെത്താൻ മാത്രമേ പാകിസ്ഥാന് കഴിയൂ. വിഡ്ഢികളായ പാകിസ്ഥാനി പൗരന്മാരിൽ ചിലരെങ്കിലും ഷഹബാസ് ഷെരീഫിനെ ഇപ്പോൾ ജയ് വിളിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ത്യ പതുങ്ങുന്നത് കുതിക്കാനാണ് എന്ന് അവർ വൈകിയെ മനസ്സിലാക്കിയെന്ന് വരൂ. ഇപ്പോഴത്തേത് ഒരു താൽക്കാലിക വെടിനിർത്തലാണ്. അത് എത്ര കാലമുണ്ടാവും എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. എന്നാൽ ഇന്ത്യക്ക് ഒരു ലക്ഷ്യമുണ്ട്. പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയുടെ കാശ്മീരിനെ മുഴുവനെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നതുവരെ ഇന്ത്യക്ക് വിശ്രമമുണ്ടാവില്ല. എപ്പോൾ, ഏതു നിമിഷം, എങ്ങനെയെന്ന് കണ്ടു തന്നെ അറിയാം.